നമ്മളിനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു പുതിയ വർഷത്തേക്ക് കടക്കാൻ പോവാണല്ലേ. നമ്മളെല്ലാവരും ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലൈഫിനെ എങ്ങനെ ചേഞ്ച് ചെയ്തു കൊണ്ടുവരണം, നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ കൊണ്ടുവരണം. നമ്മളെല്ലാവരും എപ്പോഴും റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരല്ലേ. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും നമ്മൾ ഈ വർഷം ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ പോകുന്നുള്ളത്. പക്ഷെ എത്ര പേർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. നമ്മൾ പൊതുവെ ഞാൻ വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ എത്ര കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടാവൂലേ. അപ്പൊ നമ്മുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പുതിയൊരാളാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഇനി വരുന്ന ഇപ്പൊ ഇയർ എൻഡ് ആവാണ്, ഇനി ഒരു ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പോഴേക്കും നമുക്കൊരു മാറ്റം നമ്മുടെ ലൈഫിലേക്ക് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ എനിക്ക് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് കരുതി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒരുപാട് അതുപോലത്തെ സംഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവൂലേ. ആ വിഷമങ്ങളിൽ തന്നെ ഇരിക്കുന്നവരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുള്ളൂ. ഇല്ലാതെ നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് വേറെ ആരും ഈ ലോകത്ത് വരാൻ പോകില്ല. നിങ്ങൾക്കൊരു സന്തോഷം വേണം, നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ മാറ്റണം കേട്ടോ. പൊതുവെ ഞാൻ കൗൺസിലിംഗിന്റെ ഒരു ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും രണ്ട് മൈൻഡ് ഉണ്ട്. ഇതിൽ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണോ നോർമലി ഉറങ്ങാതിരിക്കും ഇങ്ങനെ പൊതുവെ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതിനെ ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞടക്കുകയും ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും പ്രോഗ്രാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പം ഒരു വ്യക്തി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മൈൻഡിന്റെ ഉള്ളിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞെടുക്കാണ്. ഒരിക്കലും ആ വ്യക്തിക്ക് അതിനെ മറികടന്ന് ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ പതിഞ്ഞെടുക്കുന്നത് അതിനെ നമ്മളിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് മാറ്റി ഒന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് മാറ്റി എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. റീറൈറ്റ് മീൻസ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലാണ് എഴുതി വെക്കുന്നത് അല്ലെ. ഞാൻ വ്യക്തിക്ക് ഇന്ന് ഈ ഒരു വർഷം എനിക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം തന്നെ ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞ പാടനെ എനിക്ക് പോയി ചായ കുടിക്കണം എന്നുള്ളത് ഞാൻ എന്റെ മൈൻഡിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം അതാണ് ഞാൻ നമ്മുടെ മൈൻഡിൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതാം എന്ന് പറയുന്നത്. ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതിനവർ മാറ്റില്ല. മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനത്തെ ഒരു ബിലീഫാണ്, അങ്ങനത്തെ ഒരു ബിലീഫിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പൊതുവെ പറയില്ലേ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികളെന്ന്. അവൻ പൊട്ടനാ, ചില വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൻ വളരെ പൊട്ടനാണ്, അവനൊന്നും പഠിക്കാൻ വലിയ കഴിവൊന്നും ഇല്ല എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മൾ ലൈഫിൽ എല്ലാവരും ഏകദേശം ബുദ്ധി ഉള്ള മക്കളായിട്ട് ജനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാം സാധിക്കും. പക്ഷേ നമ്മളുടെ തോട്ട്സും നമ്മുടെ പോകുന്ന വഴികളും നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളത് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളെ ലൈഫ് ഇങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ പറ്റിയിട്ട് അങ്ങനെ പറയാനുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞെടുക്കുന്നുണ്ടാവുക. അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ മാറ്റി എഴുതാത്തത് കൊണ്ടാണ് അത് തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇതൊക്കെ വെറും ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ എടുക്കാനും അത് നമ്മുടെ ലൈഫിനെ എവിടെയും ബാധിച്ചിട്ടില്ല, എനിക്ക് എന്റെ മുമ്പിലേക്ക് ലൈഫ് ഇനിയും ഉണ്ട്, എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടിനെ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പലരും നമുക്ക് ഈ ഉണ്ടായിട്ടുണ്ടായിരുന്ന നഷ്ടങ്ങളിലും വേദനകളിലും ഇരുന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നതായിരിക്കും പലരും. പക്ഷെ നിങ്ങളുടെ മൈൻഡിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണാട്ടോ. റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, തീർച്ചയായിട്ടും ഒരു മാറ്റം കാണാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ന്യൂ ഇയർ അടുക്കാൻ പോവാണ്. ഈ ഒരു എപ്പിസോഡ് മാത്രമല്ല, ഇനിയും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എപ്പിസോഡ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ആ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാൻ പോണത്. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളത്തെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഇത്രയും ഉണ്ടായിരുന്ന നമ്മളെ ലൈഫിലെ വേദനകളും പ്രയാസങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു
പിക്ചർ ഉണ്ടാവും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വെൽ സെറ്റിൽഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കാറിൽ പോയി ഇറങ്ങുന്നതും, അല്ലെങ്കിൽ വലിയൊരു കമ്പനിയുടെ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ രീതിയിൽ നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കൂ, വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗോൾ അച്ചീവ് ചെയ്ത ഒരാളായിരിക്കണം. അത് മസ്റ്റാട്ടോ. അല്ലാതെ എന്നെ കൊണ്ട് പറ്റൂ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കൂ എന്നല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ എന്ന് പറയുന്ന ഞാനിപ്പം പബ്ലിക് സ്പീക്കറായിട്ട് എല്ലാ കാര്യങ്ങളും, എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ വന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഡ്രീമിലും അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതായിട്ടുള്ള സ്റ്റേജ് പങ്കിടുന്ന ഒരാളായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനെയാണെന്നാണ്. കാരണം ഞാൻ ഇപ്പോഴും അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് എന്താ അറിയോ, ഞാൻ അങ്ങനെയാണെന്നാണ്. ഞാൻ അങ്ങനെ അല്ല എന്നുള്ളൊരു തോട്ട് ഇല്ല, ഞാൻ അങ്ങനെയാണെന്നുള്ള തോട്ടിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തന്നെ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ രീതിയിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത് എന്നുള്ളൊരു തോട്ടിലാണ് നിങ്ങൾ ലൈഫ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ പലപ്പോഴും പലരും പറയാറില്ലേ, പണം എന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിൽക്കുന്നില്ല, എന്റെ കയ്യിൽ പണം ഇല്ല എന്നൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്റെ അക്കൗണ്ടിൽ ഒരു 1,00,000 രൂപയുണ്ട്, അല്ലെങ്കിൽ ഒരു 10,00,000 രൂപ എന്റെ അക്കൗണ്ടിലുണ്ട്. അത് ഞാൻ അങ്ങനെ ഫിക്സഡ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. അതെടുത്തിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ. അതിൽ കുറച്ചും കൂടി പൈസ ആകാനുണ്ട്. എന്നിട്ട് വേണം എനിക്ക് അത് എന്തെങ്കിലും സാധനം വാങ്ങാനോ, കാറ് വാങ്ങാനോ, വീട് വാങ്ങാനോ, അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ വരും. നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ തന്നെ വിശ്വസിക്കും അങ്ങനെ ഒന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും കേട്ടോ. പൈസ നിങ്ങൾക്ക് ലാഭിക്കാനും അല്ലെങ്കിൽ സേവ് ചെയ്യാനും ആ പൈസയിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൈൻഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിനെ വിഷ്വലൈസ് ചെയ്യാൻ, നിങ്ങൾ എന്താണോ ഡ്രീം കണ്ടിട്ടുള്ളത്, നിങ്ങൾ ആ രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് ആ ഒരു സ്റ്റൈലില് നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, നിങ്ങൾ ഏതാണോ ജോബ് ആ ഒരു സീറ്റിൽ നിങ്ങൾ ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. വിശ്വസിക്കുകയും വേണം നിങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന്. ഈ ഒരു രീതി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ട്, കുറെ കാര്യങ്ങൾ എടുത്തു കളയാനുണ്ട്. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാക്ടീസ് സെൽഫ് അവെയർനെസ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ മൈൻഡ് നിങ്ങളൊന്ന് മാറ്റി എഴുതാൻ ശ്രമിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ്. പ്രാക്ടീസ്. നിങ്ങൾ എന്താണോ നിങ്ങളെ ഉള്ളിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഏത് രീതിയിലാണെന്നൊക്കെ. ഇപ്പം എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണെന്ന്. ആ പേടി ഞാൻ പൊട്ടിച്ച ഒരാളാണ്. കാരണം ഞാൻ എവിടെ പോയാലും പോയിട്ട് സംസാരിക്കാനും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കയറി ചെയ്യാനും ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. എവിടെയും ഭയം നിൽക്കാറില്ല. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ എന്തിനേക്കിലേക്ക് ബാക്കിലേക്ക് നിൽക്കുന്നത് പേടി കൊണ്ടാണ്. ഞാൻ ചെയ്തു പോവോ, തെറ്റായി പോകുന്നത്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാൽ എന്താണ്, ചിലപ്പോൾ നാലാൾക്കാർ ശരിക്കായിരിക്കും, എനിക്കറിയില്ല എന്ന് പറയാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അതിനെ ഭയക്കേണ്ട ആവശ്യം. അതേപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും വളരെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് എന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് മനസ്സിലാക്കി എടുത്തിട്ട് ഞാൻ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അതേപോലെ അവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുറെ കാര്യങ്ങൾ നമ്മളുടെ സെൽഫ് ആയിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവണം. അതിന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്പോട്ട് ലിമിറ്റിംഗ് ബിലീഫ്സ്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പോവില്ല. ഞാൻ ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഇതിന്റെ അപ്പുറത്ത് പറ്റില്ല, ഇങ്ങനെയുള്ളൊക്കെയുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് കളയാട്ടോ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അങ്ങനെ തന്നെ പതിപ്പിച്ച് വെക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഐ എം എ വുമൺ, ഞാൻ എന്ന സ്ത്രീക്ക് ഇത്ര മാത്രമേ പറ്റുള്ളൂ, ഇതിന്റെ അപ്പുറത്തൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ളൊരു തോട്ട്സ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ പൊട്ടിച്ച് എനിക്ക് പുറത്തു പോകാൻ പറ്റെങ്കിൽ, എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ല, അതിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെയുള്ള ആയിട്ടുള്ള ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തകർക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ അങ്ങനത്തെ ഒരു ബിലീഫ് ഉള്ളിലുണ്ട്, എന്നിട്ട് നിങ്ങൾ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ അത് നേടും ഇത് നേടും എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിലും ചില സിറ്റുവേഷനിൽ എത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സ്ത്രീയല്ലേ, പറ്റുമോ എന്നൊരു തോന്നൽ വരും. അപ്പൊ അങ്ങനെയല്ല, അതിന് നിങ്ങൾ പൊട്ടിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുക. എംബ്രാൻസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയാം. നമ്മളുടെ മൈൻഡ് സെറ്റ് വളരെ ഇടുങ്ങിയതാണ്. നമ്മൾ ഇടുങ്ങിയ മൈൻഡ് സെറ്റിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫും ഇടുങ്ങിയതായിരിക്കും. നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ എത്രത്തോളം വളർത്തുന്നുവോ അത്രത്തോളം നമുക്ക് ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്നു കാണാൻ പറ്റും.
കാരണം പലതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ലൈഫിന് നമുക്കത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര നല്ലതാണെന്നൊക്കെ ഫീൽ ചെയ്യുക അല്ലെ. അല്ലാതെ നമ്മളെ ലൈഫിന്റെ നമ്മുടെ മൈൻഡ് സെറ്റിന് നമ്മൾ വളരെ ചെറിയ രീതിയിൽ ഇടുക്കി വെച്ചാൽ നമുക്ക് ഒന്നിനെയും കാണാൻ പറ്റില്ല, ഒന്നിനെയും അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകളും പുതിയ പുതിയ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മളെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടുന്നത് എന്താ, നമ്മൾ എന്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. എന്നെ കൊണ്ട് അത് സാധിക്കും, ഞാനത് നേടിയെടുക്കും, എനിക്ക് പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തോട്ട്സ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ അതിനൊക്കെയായിട്ട് ഇറങ്ങിത്തിരിക്കണം കേട്ടോ. സെറ്റ് ക്ലിയർ അച്ചീവബിൾ ഗോൾ എന്ന് പറയും. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഗോൾസ് ഉണ്ടാവും. പക്ഷെ അത് എത്ര പേര് അതിനെ അത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. ഈ എന്തെങ്കിലും ഒരു പാഷനിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾ എടുത്ത് ഇറങ്ങുമ്പോൾ ഇതിനെ കൊണ്ട് സാധിക്കോ നോക്കി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ, ഈ രീതിയിലേക്കായിരിക്കും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലെ. അല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ അച്ചീവ് ചെയ്യും. ആ ഒരു ഗോളിനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ യൂട്യൂബിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും കൺസിസ്റ്റന്റ് ഒന്നും അല്ല, പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ അത്രയും ഉറച്ചു വെച്ചൊരു കാര്യമാണ് ഈ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഞാൻ ഇത് അച്ചീവ് ചെയ്യുമെന്നുള്ളത്. എനിക്ക് ഈ ഒരു കാര്യം, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഗൈഡർ ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ അത്രയധികം എൻ്റെ ഉള്ളിൽ പതിപ്പിച്ചു വെച്ച എൻ്റെ ഒരു ഗോളാണ്. ഈ ഗോളിനെ ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ വഴികളാണ് ഈ ഓരോ പ്ലാറ്റ്ഫോംസ്. അപ്പം ഞാനത് എത്ര രീതിയിൽ എപ്പോൾ വേണമെങ്കിലും ഉഴപ്പിയിട്ടാലും പിന്നെയും ഞാൻ അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ 2 ഇയേഴ്സോളായി. പക്ഷെ ഇതിൽ നിങ്ങൾക്കൊക്കെ നോക്കിക്കാണുമ്പോൾ എത്രത്തോളം ഞാൻ ഇത് സക്സസ് ആയിട്ടുണ്ട് നിങ്ങളുടെ കണ്ണിൽ ചോദിച്ചാൽ ചിലപ്പം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ വളരെ വളരെ ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ പല സിറ്റുവേഷൻസിലും ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ടും പിന്നെയും ഞാൻ അതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ അത് അത്രയധികം സെറ്റ് ചെയ്ത് വെച്ചൊരു ഗോളാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഗോൾസ് എല്ലാവർക്കും ഉണ്ടാവും, ഡ്രീംസ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കംഫർട്ടബിൾ സോണിനെ നമ്മൾ പൊട്ടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമുക്ക് ഒരുപാട് കംഫർട്ടബിൾ സോൺ ഉണ്ട്. നമുക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നമുക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ചിലപ്പം എല്ലാം ഓക്കെ ആയിരിക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും, അവിടെ നമ്മൾ ഭയങ്കര പെർഫോമഡ് ആയിരിക്കാം. പക്ഷെ നമ്മളെ ലൈഫിൽ നമ്മൾ വിചാരിച്ചത്ര വിജയം നമുക്ക് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണെന്നും അറിയാം. അവരടുത്ത് നമുക്ക് നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്കറിയാം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ളത്. പക്ഷേ നമ്മൾ കംഫർട്ടബിൾ സോൺ പൊട്ടിച്ച് നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കും പല ഏരിയയിലേക്കും നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ വിപുലമായി നമുക്ക് സക്സസ് പെട്ടെന്ന് എത്താൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിൾ മാത്രം, നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണം, അവിടെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചിട്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് വയ്യ, എന്നെ കൊണ്ടൊക്കെ പറ്റും എന്നുള്ള ചിന്തയിൽ. പക്ഷെ നിങ്ങൾ ആ ഒരു ചിന്ത മാറ്റി അതൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഏരിയയിലേക്കൊക്കെ നിങ്ങൾ മാറി പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവരായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവും. അപ്പം നിങ്ങളുടെ ലൈഫ് തന്നെ വളരെയാണ്. നിങ്ങളുടെ ഗോൾ വളർന്ന് നിങ്ങൾ സ്വപ്നം കണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ വിഷ്വലൈസ് ചെയ്ത നിങ്ങളല്ലേ, അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു കംഫർട്ടബിൾ സോൺ ആക്കിയിട്ട് ഇരിക്കാതെ അതിനെ പൊട്ടിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ ഇപ്പം ഈ വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. നിങ്ങൾ സെൽഫ് അവയർനെസ് പ്രാക്ടീസ് ചെയ്യാം, അതേപോലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം, നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ ഗ്രോത്ത്, അതേപോലെ തന്നെ നിങ്ങൾ കംഫർട്ടബിൾ സോൺ പൊട്ടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് കൊണ്ടുവരേണ്ട മാറ്റങ്ങളൊക്കെ തന്നെയാണ്. ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം നിങ്ങളുടെ ലൈഫിലേക്ക്. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ ഞാൻ ആദ്യത്തെ പോയിന്റ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സെൽഫ് അവയർനെസ് ഉണ്ടാവണം എന്നുള്ളത്, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് ജേർണലിംഗ്, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ്. കാരണം അതിൽ നമ്മളെ തന്നെയാണ് എഴുതുന്നത്. ഞാൻ ഒരുപാട് അതിന് റിലേറ്റ് ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കാട്ടോ. ഒരു ടോപ്പിക് വെച്ച് തന്നെ നിങ്ങൾക്ക് എഴുതാം. ആ ടോപ്പിക് വെച്ച് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതും. അപ്പൊ ജേർണലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ടൂളാണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള.
പിന്നെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ എത്ര ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാന്ന് ചോദിച്ചാലും നമുക്ക് നമ്മുടെ പാസ്റ്റിലെ വിഷമങ്ങൾ ഉണ്ടാവും, നമ്മൾ തോറ്റുപോയ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റീറൈറ്റ് ചെയ്തതിന്റെ പേരിൽ നമുക്കിപ്പം അടുത്ത നിമിഷം തന്നെ നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും പിന്നീട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് ഫെയിലിയേഴ്സ് വരും. പക്ഷെ നമ്മളൊരു മാറ്റം നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഫെയിലിയറിനെയും അതിജീവിക്കാനുള്ള ഒരു പ്രാപ്തി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നല്ല പീസ് ഉണ്ടാവാനും നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും നിങ്ങൾ മെഡിറ്റേഷൻ ഒരുപാട് സഹായിക്കും കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത് എന്നാണ്. നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് ഗോളിന് വേണ്ടി ഓടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോളിനെ നന്നാക്കും ഏത് രീതിയിൽ ഓടുകയാണെങ്കിലും ഫിസിക്കൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇടിഞ്ഞൂലേ. നമുക്ക് നമ്മുടെ ലൈഫിനെ ഒരിക്കലും പിന്നീട് നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടും. പക്ഷെ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ ഹെൽത്ത് ഒരു ബുദ്ധിമുട്ട് വന്നാലും അതിനെയും ഞാൻ തരണം ചെയ്ത് ഒത്തിരി പേരെ അല്ലെ ക്യാൻസർ ബാധിച്ചൊക്കെ ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അവർ അതിനെയും അതിജീവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡിന്റെ പവറാണ്. അപ്പം അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഒരു ഹെൽത്ത് വൈസിന്റെ കാര്യത്തിലേക്ക് വരുന്നില്ല. ഞാനിപ്പോ ഇവിടെ പറയുന്നത് നിങ്ങളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ അച്ചീവ് ചെയ്യാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന വിഷമത്തിലിരിക്കുന്ന വ്യക്തികളോട് ഞാൻ ഇത് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിങ്ങൾ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യത്തെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഹെൽത്ത് വൈസ് നിങ്ങൾ എപ്പോഴും പ്രോപ്പർ ഗുഡ് ആണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റും എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിച്ച് ചിന്തിച്ചൊക്കെ വരികയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സോൺ ഉണ്ടല്ലേ, അത് നിങ്ങൾ പൊട്ടിച്ച് നിങ്ങളുടെ കരിയർ വേസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പറക്കാൻ തീരുമാനിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ഡ്രീം ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് ചുറ്റും ഇടുങ്ങിയ മനസ്സുകളും ആയിട്ടുള്ള ആൾക്കാരും ആ ഒരു സർക്കംസ്റ്റാൻസസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ആ ഒരു സറൗണ്ടിങ്ങും പോസിറ്റീവായി തന്നെ ഇരിക്കുമ്പോൾ മാത്രമേ, അല്ലാതെ നമ്മൾ ഭയങ്കര നമ്മുടെ മൈൻഡിനെ നമ്മൾ അത്രയും പോസിറ്റീവാക്കി എന്നെ കൊണ്ട് ഞാനിത് നേടും എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്. അപ്പം നമുക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് ഇത് നിന്നെ കൊണ്ട് പറ്റിയ തന്നെ എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡൗൺ ആവുകയും ചെയ്യും. നമുക്കത് പിന്നെ നമ്മുടെ മനസ്സ് മൊത്തത്തിൽ പോകും. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ റീറൈറ്റിംഗ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ മാറ്റി എഴുതി എന്നല്ല. ഈ മാറ്റി എഴുതിയതിനെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അടിയുറച്ച വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിൻ്റെ ഇടയിൽ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്കതൊന്നും ഒരിക്കലും വർക്കാവില്ല. നമ്മൾ അങ്ങനെ ഒരു ഉള്ളിൽ നമ്മളൊരു കാഴ്ചപ്പാട് അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് അത് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ച കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാട് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പുതുതായി നിങ്ങൾ തന്നെ മാറി. നിങ്ങളുടെ ലൈഫ് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ച രീതിയിലായിരിക്കില്ല. നിങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും അത് ഫോളോ ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളെ മൈൻഡ് റീറൈറ്റ് ആയി നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ ഞാൻ എല്ലാം ചെയ്യും, ഞാൻ ആഗ്രഹിച്ച എൻ്റെ പോസ്റ്റിലേക്ക് ഞാൻ എത്തും, ഞാൻ ഇതിനെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു തോട്ടിലായിരിക്കും. ഞാൻ എങ്ങനെ എൻ്റെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളിലൂടെ നടക്കണം, ഏതൊക്കെ രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യണം, എന്തൊക്കെ പുതുതായി ഞാൻ പഠിക്കണം, ഈ വക തോട്ട്സൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും കേട്ടോ. നിങ്ങളുടെ ഈ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഈ പതിഞ്ഞ് കിടക്കുന്നത് അത് നിങ്ങൾ ഒരിക്കലും തിരിച്ച് പിന്നെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ പറ്റില്ല ചിന്തിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റി, നിങ്ങൾ അങ്ങനെ ആയി, നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണോ വിഷ്വലൈസ് ചെയ്തത് നിങ്ങളുടെ ഡ്രീം, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്നുള്ളത് അത് ഓൾറെഡി അവിടെ ഉറച്ചു, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തിനാ അതിന് വേണ്ടി വർക്ക് ചെയ്യാം. ചിലപ്പോൾ അതിൽ ഫെയിലിയർ വരാം കേട്ടോ. ഫെയിലിയർ വരുന്ന സമയത്ത് ഈ ഫെയിലിയർ വന്നത് എനിക്ക് വേറെ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഈ ഫെയിലിയർ നിങ്ങളെ പഠിപ്പിച്ച പാഠം, അതിൽ ഞാൻ എന്ത് മാറ്റം വരുത്തണം, ഈ രീതിയിലൊക്കെ തോട്ട് ചെയ്യാം. അല്ലാതെ ഫെയിലിയർ ആകുമ്പോൾ ഒരിക്കലും ഞാൻ കൊള്ളില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോട്ടിലേക്ക് പോകാനേ പാടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ റീറൈറ്റ് ചെയ്തല്ലോ അല്ലേ, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടെ നിങ്ങളുടെ നാളത്തേക്കായി ഈ ന്യൂ ഇയർ ആക്കണം എന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം മുന്നേ തന്നെ ഈ വീഡിയോ ഇട്ടത്. നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ മൈൻഡ് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാബിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മടി പിടിക്കുമല്ലേ, പിറ്റേ ദിവസം ആ സമയത്ത് നമ്മൾ ഒരാഴ്ച എഴുന്നേൽക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ യൂസ്ഡ് ആവും. അതുപോലെ തന്നെ കേട്ടോ മൈൻഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഇത്
തന്നെ ചിന്തിച്ച് വന്ന് ഇതാണ് റിയാലിറ്റി എന്ന് മൈൻഡിൽ തോന്നണം, ഇതാണ് സത്യം എന്ന് മൈൻഡിൽ തോന്നുമ്പോൾ പിന്നെ മൈൻഡ് ആ സത്യത്തിൻ്റെ കൂടെ നടക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട, പിന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കില്ല, ഒരിക്കലും തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ. പിന്നെ നിങ്ങളുടെ മനസ്സ് ആ രീതിയിലായി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു രീതിയിലും ബോറായിട്ടോ നിങ്ങൾ ചിന്തിക്കാതെ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചവരാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും കോൺഫിഡൻസ് ആണ്. ഈ പൊതുവെ ഇപ്പോൾ പലരും നിങ്ങൾ കാണുന്നില്ലേ, മില്യണർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ കോൺഫിഡൻസ് കാണുന്നില്ലേ, അവരെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ബോൾഡ്നെസ് കാണുന്നില്ലേ, അവരൊക്കെ മൈൻഡിൽ ഒരിക്കലും തിങ്ക് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ. കാരണം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി ഇവിടെ എത്തിയ ആൾക്കാരാണ്. ഇനി അങ്ങോട്ടും അവർ മുന്നോട്ട് ആ രീതിയിലേക്ക് ജീവിച്ച് പോവുകയുള്ളൂ. അപ്പം അതിനായിട്ട് വേണ്ടുന്നൊരു കാര്യം എന്താ പറയുക, നിങ്ങൾ എന്ത് ഗോളാണോ മുന്നോട്ടേക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു റിയാലിറ്റിനും കൂടി ഒന്ന് ചേർത്ത് പിടിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ റീറൈറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇവിടെ ഇരുന്ന് ഞാനിപ്പം MBA കഴിഞ്ഞ പാടന്നെ ഏതെങ്കിലും ഒരു വലിയ കമ്പനിയുടെ മാനേജറായിട്ട് കയറുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ HR ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെയിൽസിലോ പർച്ചേസിലോ എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ടായിരിക്കണം അവിടെ എത്തേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ എല്ലാം സംഭവിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. അതോടൊപ്പം വേണ്ടുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ്, ക്ഷമ എന്നുള്ളത്. ക്ഷമയോടുകൂടി ഇരിക്കുക. നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ വരാം, ഒരുപാട് പ്രതിസന്ധികൾ വരാം. ഇല്ല, ഇവിടെയൊന്നും ഞാൻ തളരില്ല. എന്ത് വന്നാലും അതിനെ ജീവിക്കാനുള്ള പ്രാപ്തി എൻ്റെ മനസ്സിനുണ്ട്, അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഡോണ്ട് എയിം ഫോർ പെർഫെക്ഷൻ കേട്ടോ. പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. പലപ്പോഴും എനിക്ക് വരെ പറ്റിയിട്ടുള്ളൊരു തെറ്റാണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. ഇല്ല കേട്ടോ, നിങ്ങളിപ്പോൾ മൈൻഡ് റീറൈറ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം നിങ്ങൾ ഒരു ബാഡ് ചിന്തയിലേക്ക് പോവാട്ടോ. ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ തിരിച്ച് വരാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ ചിന്തിക്കുന്നത് ശരിയില്ലേ, എനിക്കെന്തെങ്കിലും വർക്കാവാതെ അല്ല കേട്ടോ. നമുക്കൊരിക്കലും എവിടെയും പെർഫെക്ഷൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന വർക്കിലാണെങ്കിലും ഒക്കെ ഞാൻ ഈ സ്കില്ല് നന്നായി പഠിച്ചെടുത്തിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ പഠിച്ചാലും തീരില്ല. പക്ഷേ നിങ്ങൾ ആ വർക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങനെ ആകും. അതുകൊണ്ട് ഒരു സ്കില്ലിനെ ആയാലും എന്തായിക്കഴിഞ്ഞാലും അത് പെർഫെക്റ്റായിട്ട് ഞാൻ ഇറങ്ങാം എന്ന് ചിന്തിക്കാതെ ഞാൻ ഇറങ്ങുകയാണ്, അതിൻ്റെ കൂടെ ഞാൻ പഠിക്കും, അതിൻ്റെ കൂടെ ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്യും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇത് നമ്മുടെ ലൈഫിലേക്ക് വരുത്തേണ്ട ഒരു കുഞ്ഞു ചേഞ്ചാണ്. പലരും വേദനിച്ചിരിക്കുന്നവരായിരിക്കാം, വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം. ഈ വർഷവും പോയല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ലല്ലോ, ഞാൻ വിചാരിച്ചതൊന്നും എത്തിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കുഞ്ഞു മെസ്സേജാട്ടോ ഇത്. ഞാൻ എൻ്റെ ലൈഫിലേക്ക് എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് വളരെ പവർഫുള്ളായിട്ടാണ് നിങ്ങളുടെ കൂടെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്ഥലം എത്തിപ്പെടും. നിങ്ങൾ എന്താണോ ഡ്രീം കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിഷ്വലൈസ് ചെയ്തത് ആ സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും എൻ്റെ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടാലും നിങ്ങൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുകൾ കേട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മുന്നേ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഇനി ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, പോസിറ്റീവ് തോട്ട്സ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതും, സെൽഫ് എസ്റ്റീം എങ്ങനെയാണെന്നും, സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് എങ്ങനെ ഇരിക്കണം, ഇങ്ങനെയുള്ള സെൽഫ് ലവ് എന്താണെന്നും ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഈ ഇയർ എൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്.